ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് വിശേഷം എല്ലാവരുടെയും? നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയാണ് കേട്ടോ ഇന്നത്തെ. രാവിലെ മുതൽ കുറച്ച് നേരത്തേക്കുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലത്തെ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മോള് മാലയിട്ടിട്ടുണ്ട്, ശബരിമലയ്ക്ക് മാലയിട്ടതിനാൽ രാവിലെ കുളിച്ച് വിളക്ക് കത്തിച്ചു ശരണം വിളിക്കാൻ വേണ്ടിയിട്ട്. മോള് വന്ന് ശരണമൊക്കെ വിളിക്കുന്നത് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ശരണമൊക്കെ വിളിച്ചു. പിന്നെ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവർക്കും. അപ്പോൾ മോള് വന്നിട്ട് ശരണം വിളിക്കുന്നതാണ് കേട്ടോ. അവൾ ആദ്യമായിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു എന്താ പറയുക, ശരണം വിളിക്കാനും കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ രാവിലത്തെ തുടയ്ക്കലും മടിക്കലും, നമ്മൾ ശബരിമലയ്ക്ക് സ്വാമിമാരുള്ളപ്പം നമ്മുടെ രാവിലത്തെ പണികളെന്ന് പറഞ്ഞാൽ കുളിച്ച് അവർക്ക് അന്നദാനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കുളിച്ച് നല്ല ശുദ്ധിയോടുകൂടി വേണമല്ലോ. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു, അടിച്ചു വാരൽ തുടയ്ക്കൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുട്ടും പഴവുമായിരുന്നു. അപ്പം പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് പുട്ട് ഇഷ്ടമല്ല, ഒരാൾക്ക് പുട്ട് ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചോറ് വെച്ചിട്ടുണ്ട്. ചോറും സാമ്പാറുമായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ. പിന്നെ ചെറുപയർ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ചോറ് വാർക്കുകയാണ്. കുറച്ച് പരിപാടി വേറെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പുറത്തൊന്ന് പോകണമായിരുന്നു. എൻ്റെ മരുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പെടലിക്ക് വേദനയായിട്ട് അതിൻ്റെ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയുർവേദമായിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മരുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനൊക്കെ ആയിട്ട് ഒന്ന് പോകണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കുറ്റിപ്പുട്ടല്ല കേട്ടോ, ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മരുന്ന് തീർന്നതിൻ്റെ ഭാഗമാണത്. കഷായം കുടിക്കുന്നതാണ് കേട്ടോ. ഭയങ്കര ചവർപ്പാണ്, എങ്കിലും കുടിക്കാതെ നിവർത്തിയില്ല. പക്ഷെ കുടിച്ച് പിന്നെ നമുക്ക് വേദനയൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുടിവെള്ളം തയ്യാറാക്കി പുട്ടിലേക്ക് വേണ്ട തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ചിരട്ടപ്പുട്ടാണ്, കുറ്റിപ്പുട്ടല്ല കേട്ടോ. എൻ്റെ അടുത്ത് ചിരട്ടപ്പുട്ടിൻ്റെയാണ് ഉള്ളത്. അത് മക്കൾക്ക് ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ആവുമ്പം ഒരു കാപ്പി എല്ലാവർക്കും നിർബന്ധമാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് അത് ആ കാപ്പിയും കുടിച്ച് തേങ്ങയും ചിരകി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ നന്ദൂട്ടി വന്നിട്ട് ഓരോരോ കാര്യങ്ങളും സംശയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ചിരട്ടപ്പുട്ടിൻ്റെ പാത്രം എന്ന് പറയുന്നത്, അതാണ്. അപ്പം അങ്ങനെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കി, ഒപ്പം പഴം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. പിന്നെ മരുന്നിന് പോകേണ്ടത് എന്തായാലും ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് മരുന്നിന് പോകണം. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മഴയാണ് കേട്ടോ ഇങ്ങോട്ട്. നമ്മുടെ ഇന്നത്തെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വയനാട്ടിലേക്ക്. അപ്പം രാവിലെ ഒന്നും അങ്ങനെ മഴയില്ലായിരുന്നു, പക്ഷേ ഉച്ച കഴിഞ്ഞിട്ട് നല്ല മഴയാണ്. വൈകിട്ട് വരെയും നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാനുള്ള സാമ്പാറിന് കഷ്ണവും കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു. ഏകദേശം പണികളൊക്കെ നമ്മുടെ രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് കഴിയും കേട്ടോ. അപ്പം ഇതാണ്, പുട്ടും പഴവും കഴിക്കുകയാണ് രാവിലെ. പുട്ടും പഴവും ചില ദിവസങ്ങളിൽ മാത്രമാണ് ഈ പുട്ടുണ്ടാക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ദോശ, ഇഡലി അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ രാവിലത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു കുഞ്ഞ് വീഡിയോയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വൈകിട്ടത്തെ ഒരു വീഡിയോ ആണിത്. കാരണം വൈകിട്ട് ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. ഇവിടേക്ക് വയനാട് റെഡ് അലേർട്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പം ഭയങ്കര മഴയായിരുന്നു വൈകിട്ടായപ്പോഴത്തേക്ക്. അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും കാര്യങ്ങളും നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പം എല്ലാവരോടും ടാറ്റ, ബൈ ബൈ, സി യു. നമ്മുടെ വീടിൻ്റെ മുൻഭാഗമാണ് കേട്ടോ ഇത്. അടിപൊളി വ്യൂ ആണ്. ടാറ്റാ.